ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, ഞാൻ ഇവിടെ ഈ സ്ലൈഡിൽ വെച്ചതുപോലെ തന്നെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ, ഈ ഹാഫ് ഇയർലി എക്സാമിനേഷന് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് സോഷ്യൽ സയൻസ് എന്ന് വരുന്നത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മക്കൾക്ക് എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. കാരണം പല ഭാഗത്തു നിന്ന് പല രീതിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം, എന്തായാലും ഓർഡറിലല്ല. നമ്മള് ഓണം എക്സാം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, 1, 2, 4 ചാപ്റ്ററുകൾ, മൂന്നാമത്തെ ചാപ്റ്റർ അവിടെ സ്കിപ്പ് ചെയ്താൽ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഒരിക്കലും ഓർഡറിലല്ല ചാപ്റ്റേഴ്സുകൾ വരാൻ പോകുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. സോ ആ മാറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനി സമയമില്ല കേട്ടോ. മാസം ഒക്ടോബർ കഴിഞ്ഞു, നവംബറിലേക്ക് എത്തി. നവംബർ കഴിഞ്ഞാൽ ഡിസംബറിൽ, നമ്മൾ ഡിസംബർ ഒരു സെക്കൻഡ് വീക്കിന്റെ ഉള്ളിലായിട്ട്, സെക്കൻഡ് വീക്ക് അല്ല ഫസ്റ്റ് വീക്ക് കഴിയുന്നതോട് കൂടെ നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് വീക്കിന്റെ ഏറ്റവും അവസാനത്തിൽ സെക്കൻഡ് വീക്കിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവും. ഏറിപ്പോയാൽ നിങ്ങൾക്ക് ഒരു 50 ഡേയ്സിനുള്ളിൽ, ഒരു 45 ദിവസം ഒക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടത്? നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പല പാറ്റേണുകളിൽ പല രീതിയിലൊക്കെ ക്ലാസ്സുകളൊക്കെ റൺ ചെയ്യുന്നുണ്ടാവും. അതിൽ ഏത് ചാപ്റ്റേഴ്സുകളാണ് മക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ റെഡി ആണല്ലോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ അല്ലെ. ഹിസ്റ്ററിയും ഉണ്ട്, അതുപോലെ തന്നെ ജിയോഗ്രഫിയും ഉണ്ട്. അതിൽ ഹിസ്റ്ററിയിൽ നിന്ന് 4 ചാപ്റ്ററുകളും അതുപോലെ തന്നെ ജിയോഗ്രഫിയിൽ നിന്ന് 4 ചാപ്റ്ററുകളും ആയിരിക്കും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഇത് ഞാൻ പറഞ്ഞ ഹാഫ് ഇയർലി പോർഷൻ ആണ്. എന്നാൽ ഓണം എക്സാമിനേഷന്റെ ഭാഗമായിട്ടുള്ള 1, 2, 4 ചാപ്റ്റേഴ്സുകൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങൾ 30% ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഞാൻ പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാഗങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ആദ്യത്തെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനം നമ്മുടെ മാരത്തോണുകളും മറ്റും എല്ലാം തന്നെ വരുന്ന സമയത്ത് ആ സമയത്തേക്ക് വേണ്ടി നമുക്ക് റെഫറൻസിന് വേണ്ടി മാറ്റി വെക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ടേമിലേക്കുള്ള ഭാഗമാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. അതായത് 4 ചാപ്റ്റർ ഹിസ്റ്ററിയും 4 ചാപ്റ്റർ ജിയോഗ്രഫിയും. അതെങ്ങനെയാ അപ്പോൾ 4, 5, 6, 7, 8 ചാപ്റ്റേഴ്സുകളാണോ? അല്ല, അതിന് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു തരുന്നത്. മക്കളെ, നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മുടെ 4th ചാപ്റ്റർ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മുടെ ഓണം എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓണം എക്സാമിനേഷൻ ഇതിന്റെ പകുതി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി വരുന്ന പകുതി ഭാഗം നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. then അതുപോലെ തന്നെ അന്ന് നമ്മൾ പെൻഡിങ്ങിൽ വെച്ച ബാക്കി വെച്ച 3ാമത്തെ ചാപ്റ്റർ, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെ ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ വ്യാപനം, സ്ഥാപനങ്ങളുടെ എന്ന് പറയുന്ന 7th ചാപ്റ്റർ, എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇവിടുത്തെ ഡിഫറൻസുകൾ എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ വെച്ചാൽ, മക്കളെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 4ാമത്തെ ചാപ്റ്റർ പഠിക്കണം, 5ാമത്തെ ചാപ്റ്റർ പഠിക്കണം. എന്നാൽ അവിടെ നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്റർ ഈ ക്രിസ്മസ് എക്സാമിനേഷന് ഇല്ല. പകരം അത് ഏതിനായിരിക്കും ഉണ്ടായിരിക്കുക? മെയിൻ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട 6ാമത്തെ ചാപ്റ്റർ അവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ട് 7ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ? കാര്യം മനസ്സിലായോ? അപ്പൊ 6ാമത്തെ ചാപ്റ്ററിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് 6ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് 7ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നിൽക്കണം. 7ാമത്തെ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിന് വരെ എന്തുണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതെങ്ങാനും മിസ്സാക്കി ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് മിസ്സാവുന്നതാണ്. എന്നാൽ ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും, ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ 4th ചാപ്റ്റർ മാനവവിഭവശേഷി വികസനം രാഷ്ട്ര പുരോഗതിക്ക്, ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിന്റെ പകുതിയായിരുന്നു ഓണം എക്സാമിൻ. ആ ബാക്കി വരുന്ന പകുതി ഇവിടെ ഉണ്ട്. ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന പ്ലാറ്റ്യൂസ് ഫോർ ദ എർത്ത്, ഹിസ്റ്ററി ഓഫ് ദ സ്ലംപേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ 3rd ചാപ്റ്റർ ഓണം എക്സാമിന് സ്കിപ്പ് ചെയ്ത ചാപ്റ്ററാണ്. അതിവിടെ കമ്പൽസറി ചാപ്റ്റർ ഫുൾ ആയിട്ട് പഠിക്കാനുണ്ട്. 5th ചാപ്റ്റർ എക്കണോമിക്സിലെ ഭാഗമാണ്. ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ. പക്ഷെ അത് പരീക്ഷയ്ക്കില്ല. പകരം ഏതാണുള്ളത്? മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ത്രൂ ദ സാൻറ്റി എക്സ്പാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ 6ാമത്തെ ചാപ്റ്റർ ഇവിടെ സ്കിപ്പാണ്. അപ്പൊ 3, 4, 5, 7 ആണ് എവിടെയുള്ളത്? ഹിസ്റ്ററിയിലും ഉള്ളത്. അതുപോലെ തന്നെ 3, 4, 5, 7 ആണ് ജിയോഗ്രഫിയിലും ഉള്ളത്. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം? 6ാമത്തെ ചാപ്റ്റർ നമുക്ക് സൈഡിലേക്ക് വെക്കാം, എന്നിട്ട് ഇത് പഠിച്ചു തുടങ്ങാം. എന്നാൽ ഓരോ ചാപ്റ്ററുകളിലും എത്ര വെയിറ്റേജിലെ ക്വസ്റ്റ്യൻസുകൾ വരാം, ഇതിൽ ഏത് ചാപ്റ്ററിനാണ് essay ക്വസ്റ്റ്യനുകൾ വരാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പയ്യെ ഓരോ വീഡിയോകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഏറ്റവും ബെനിഫിറ്റുകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പയ്യെ എല്ലാം തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. ഇനിയും സമയം ലേറ്റ് ആക്കരുത്. ഒരു 40 to 45 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സിനുള്ളിൽ മാത്രമേ നമ്മുടെ എക്സാമിനേഷൻ ഉള്ളൂ. ഈ ചാപ്റ്റേഴ്സുകൾ അറിഞ്ഞു വെച്ചല്ലോ. ഈ ചാപ്റ്റേഴ്സുകളിലായി കാര്യങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ഓരോ ദിവസവും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുപിടിക്കേണ്ടത്, ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. സോ നന്നായിട്ട് പഠിക്കും മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കും. ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് കാര്യങ്ങൾ, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാൻ ചെയ്യും. ടാറ്റാ, ബൈ.